ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോ കാർബൺ എടുത്ത് അല്ലെ, ഹൈഡ്രോ കാർബണിന്റെ കണ്ടന്റ് എടുത്തു ലാസ്റ്റ് ക്ലാസ്സിൽ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മള് നെയിമിംഗ് റിയാക്ഷൻസ് ഒരുമിച്ച് എഴുതി വെച്ചു. ഏതൊക്കെയായിരുന്നു നെയിമിംഗ് റിയാക്ഷൻസ്? ഫസ്റ്റ് സ്കൂളിൽ എടുത്തിട്ടില്ലേ? കേട്ടോ, ഇവിടെ നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ നെയിമിംഗ് റിയാക്ഷൻസ്? ഏറ്റവും ആദ്യം ഹൈഡ്രോ കാർബൺ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത് പേരുള്ള റിയാക്ഷൻസ്: റൂട്ട്സ് റിയാക്ഷൻ, decarboxylation reaction, Koch electrolysis reaction, ozonolysis, pyrolysis, 5i, aromatization, cyclic polymerization, one more, Friedel-Crafts. 8 എണ്ണം. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ അല്ലെ കാണാതെ എഴുതിപ്പിക്കല്ലേ ചെയ്തേ. അതൊരു 5 എഴുതിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 5 എഴുതി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങള് ഓർത്തോ പാരാ ഡെറിവേറ്റീവ് അല്ലെ, അത് വരുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോ കാർബൺ. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് റിവിഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, തെർമോഡൈനാമിക്സ്. അപ്പോ തെർമോഡൈനാമിക്സിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും നമ്മളിപ്പോ എഴുതും, പിന്നെ വിത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് എക്സാം വന്നപ്പോ ഞാൻ തെർമോഡൈനാമിക്സിൽ അല്ലെ മുഴുവൻ ചെയ്യിപ്പിച്ചേ ചാപ്റ്ററില. ഓർമ്മയുണ്ടോ? കേട്ടോ. ഓക്കെ, വീണ്ടും ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ക്രിസ്റ്റീൻ അല്ലെ, നമ്മള് തെർമോഡൈനാമിക്സിലെ ഇക്വേഷൻസ് പണ്ട് എഴുതിയതാണ്, അത് തന്നെയാണ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. തെർമോഡൈനാമിക്സില് ആദ്യത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഓർഡറിൽ എഴുതാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എഴുതണോട്ടോ, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് കാണാതെ എഴുതി കാണിക്കണം. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർഡറിൽ കുറച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്വിലിബ്രിയത്തിന്റെയും മാത്തമാറ്റിക്കൽ ഏരിയ ചെയ്യാം കേട്ടോ. ഓർത്തോ, അപ്പൊ 2 ചാപ്റ്ററിലെയും ഇക്വേഷൻ എഴുതി അതിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ആദ്യം കാണാതെ എഴുതണം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ക്യൂ പ്ലസ് ഡബ്ല്യു. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി, മൈനസ് പി ഡെൽറ്റ വി. ദെൻ തേർഡ് ഇക്വേഷൻസ് കണ്ടീഷൻ ബേസ് ചെയ്ത ഇക്വേഷനാണ് നമ്മൾ കൊണ്ടുപോയത് അല്ലെ. ഓക്കെ, ഇതിലേക്കൊക്കെ ഫ്രീ എക്സ്പാൻഷൻ കൊടുത്താൽ എന്ത് വരും? ഫ്രീ എക്സ്പാൻഷൻ വരുമ്പോ ഡെൽറ്റ യുവും ഈ ക്യൂവും തമ്മിൽ എന്താവും? ഈക്വൽ ആവും അല്ലെ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ. ഇവിടെ എന്താ കോൺസ്റ്റന്റ് എന്നായിരുന്നു? വോളിയം. അതുകൊണ്ട് ക്യൂ വി. ദെൻ ഫോർത്ത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P delta V. Then fifth equation, delta H equal to delta U plus delta N G R T. Sixth equation, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ കൊണ്ടുവന്നു അല്ലെ. സി പി സി വി എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ, അത് ഇത് കൊണ്ടുവന്ന ഒരു ഇക്വേഷൻ ആണ്. Q equal to എന്തായിരുന്നു പഠിച്ചത്? C delta T. Then seventh equation, CP minus CV equal to R. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ എഴുതിയതാണ് അല്ലെ. CP minus CV equal to R. ഇതെന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് പ്രഷർ. C എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് വോളിയം. R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, then eighth equation, delta S equal to delta H divided by T. Then ninth equation, delta G equal to delta H minus T delta S. Then 10th equation എന്തായിരുന്നു? delta G equal to minus 2.303 RT log എന്തായിരുന്നു? Kc. അങ്ങനെ 10 ഇക്വേഷൻ. കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻസ് അല്ലെ. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. ഡെൽറ്റ ജി നെഗറ്റീവ് എന്ത് വരും? സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി പോസിറ്റീവ് എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ്.
ഡെൽറ്റ ജി സീറോ ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി സീറോ ഇക്വിലിബ്രിയം. ഇത്രയും കണ്ടീഷൻ കേട്ടോ. ഓക്കെ 10. ഇത്രയും ഇക്വേഷൻസ് ഇപ്പൊ നിങ്ങൾ കാണാതെ എഴുതണം. കാണാതെ എഴുതിയിട്ട് പറഞ്ഞ് ഇൻഡിവിജ്വലി കേട്ടോ വേഗം പഠിക്കുക. കാണാതെ എഴുതാം കേട്ടോ. ഓക്കെ പഠിക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ആ 5 കാണാതെ എഴുതി എന്നെ കാണിക്കാം. ദെൻ 6 മുതൽ 10 വരെ എഴുതാം കേട്ടോ. അത് കാണാതെ എഴുതാം കാണിക്കാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് അത് എഴുതി കഴിഞ്ഞിട്ട് ആ പേപ്പർ തന്നെ ഒന്ന് കാണിക്കണം വീഡിയോ ഓൺ ആക്കിയിട്ട്. ഞാൻ റാൻഡം ആയിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓക്കെ റാൻഡം ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഇക്വേഷൻ ചോദിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരെ അത് അടച്ചോ. ചിലപ്പോൾ ഗ്ലെയർ വരുന്നുണ്ടാവും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടായ അടച്ചോ. ഇപ്പുറത്ത് തുറന്നു. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്ത് പറ്റി ചോദിച്ചോ? കാണുന്നില്ല അല്ലെ? ഓക്കെ ഏതെങ്കിലും മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ താഴെ വരുന്ന ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ദെൻ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോ കേസ്. നിങ്ങൾ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററും അടുത്ത ചാപ്റ്റർ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യുക. അങ്ങനെ 3 ആക്കാം, 4 ആക്കാം അല്ലെ? ഇങ്ങനെ ടോട്ടൽ 3 ആക്കണം, 9 ആക്കണം അല്ലെ? അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് 9 വന്നാലേ നമുക്ക് ആവുള്ളൂ കേട്ടോ. ഓക്കെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷെ അതല്ല ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കിട്ടാൻ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് ഈ ഇക്വേഷന് എല്ലാത്തിന്റെയും ഓരോ ടൈപ്പ് അങ്ങ് ചെയ്ത് തീർക്കണം. മനസ്സിലായോ? ഓരോ ടൈപ്പ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ അല്ലെങ്കിൽ എക്സസൈസിലെ ടെക്സ്റ്റിലേക്ക് ചെയ്ത് ക്ലിയർ ആക്കുക. അപ്പൊ ആ ചാപ്റ്റർ ഏകദേശം ഓക്കെ അങ്ങനെ 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 ചാപ്റ്ററുകളിലേക്ക് പോകണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻസ് ഒന്നും എഴുതാം. എന്നിട്ട് അതിന്റെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഈ ചാപ്റ്റർ പറഞ്ഞിട്ട് ഇതാണ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയല്ല ചെയ്തത്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടന്റ് റിപ്പീറ്റ് ചെയ്തു. അതുപോലെ എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇന്നലെ പഠിച്ചിട്ടുണ്ട്, ഇന്ന് പഠിച്ചു എന്ന് കരുതാം, നാളെ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത് കെമിസ്ട്രിയില. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പഠിച്ച ചാപ്റ്റർ ഒന്ന് മറച്ചു നോക്കണം. എന്നിട്ട് ഒന്ന് ഏകദേശം ഒരു ഐഡിയ കണക്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത് അങ്ങനെ ആയിരിക്കണം. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പുതിയ വീണ്ടും ചാപ്റ്റർ എടുക്കുമ്പോൾ അതിന് മുമ്പ് പഠിച്ചേക്കുന്നതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഫ്രഷപ്പ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേർഡൻ ആവും, കംപ്ലീറ്റ് മറന്നു. ബി പഠിക്കുന്ന ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയി പോകും. അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര ഹാർഡാകും. ഈ വീണ്ടും എഫേർട്ടാണ് വീണ്ടും പഠിക്കാൻ. അപ്പൊ അങ്ങനെ വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നും പഠിക്കുന്നതിന്റെ ഒപ്പം എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? എഴുതിക്കോ കേട്ടോ. ഓക്കെ കേട്ടോ. ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അത് അടച്ചു വെക്കുക. എന്നിട്ട് അതിന്റെ താഴെ അല്ലെങ്കിൽ വേറെ പേജിൽ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ അവിടെ എഴുതാണ്. ഓക്കെ അപ്പൊ അത് അടച്ചു വെച്ചു. അതെ യെസ്. എന്ത് കുഴപ്പമില്ല. അല്ല നിങ്ങൾക്ക് എന്തായാലും എല്ലാം ഉണ്ടാവുമല്ലോ. KV അല്ലേ? എഴുതിക്കോ കേട്ടോ. കഴിഞ്ഞോ?
ഓക്കെ കേട്ടോ. അതൊന്ന് പഠിച്ചിട്ട് ഒന്നും കൂടി എഴുതണം കേട്ടോ. അതും കൂടി പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഏതൊക്കെയാ കിട്ടാത്ത? 1 2 3 4 5 6 7 9 അല്ലേ? 3 ഏതൊക്കെ വിട്ടു? 3 CP - CV എഴുതിയില്ല. പിന്നെ ബാക്കി 2 കേട്ടോ. അതും കൂടി പഠിച്ചിട്ട് എഴുതണം കേട്ടോ. പഠിച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ, കാണാതെ എഴുതിയാൽ മതി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് പഠിച്ച് കാണാതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന ആള് ശ്രദ്ധിക്കുക, നമ്മൾ തെർമോഡൈനാമിക്സിന്റെ റിവിഷൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പോ തെർമോഡൈനാമിക്സിന്റെ വരുന്ന എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ തനിയെ കാണാതെ ഇപ്പൊ എഴുതണം. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും, ചോദിക്കും. അത് കഴിഞ്ഞാല് നേരെ അതിലെ ക്വസ്റ്റ്യൻസുകളിലേക്കാണ് പോണേ കേട്ടോ. ചോദിച്ചു. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കേട്ടോ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ റാൻഡംനെസ് നോക്കുന്നതാണ്. ജി ഗിബ്സ് എനർജി ഒരു വാല്യൂ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അതും ഏതാ ഗിബ്സ് എനർജി ഡെൽറ്റ ജിയുടെ 2 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് - ടി ഡെൽറ്റ എച്ച്, മറ്റേത് കെ സി ആണ്. കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയവും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയവും തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു അല്ലേ? സി ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് കേട്ടോ. ക്രിസ്റ്റീൻ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. എല്ലാവരും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. ഫാഹിം ഒന്ന് വീഡിയോ ഓൺ ആക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. നിങ്ങൾ റാൻഡ് ആയിട്ട് ചോദിക്കുമ്പോൾ കിട്ടണം. ഓക്കെ, ഒരാള് വീഡിയോ കണക്ട് ആവുന്നുള്ളൂ. ക്രിസ്റ്റീൻ വീഡിയോ ഒന്ന് ഓൺ ആക്കിയേ. എന്നിട്ട് ഇക്വേഷൻസ് ചോദിക്കുമ്പോൾ ഒന്ന് കിട്ടണം. എന്തോ പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഇവിടെ വോളിയം ഫുള്ളാണ്. ഓക്കെ. ഇക്വേഷനില് ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇക്വേഷൻ. ഓക്കെ, ദെൻ ഡെൽറ്റ ജി ഈക്വൽ ടു delta G equal to RT log Kc. Okay അല്ലേ? The next first equation delta U is equal to U W. Okay ആണ് കേട്ടോ, ഓർത്തോക്കാം. Then കേട്ടോ. ഓക്കെ, ഫാഹിം റെസ്പോണ്ട് ചെയ്യുമ്പനെ നല്ലേ, നമുക്കൊരു കണക്ഷൻ ആവുള്ളൂ. കേക്കാം. വീഡിയോ ഓൺ ആക്കുക. ഓക്കെ. ദെൻ ഇക്വേഷൻ പഠിച്ചോ? നോക്കിയോ? കുഴപ്പമില്ല. ദെൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇക്വേഷൻ ഡെൽറ്റ എച്ച്. ഒന്നുകൂടി പറ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു
delta u plus p delta v. Okay. Then next delta h ന്റെ another equation ഉണ്ട്, അതും കൂടി പറയാം. Delta h equal to then delta g യുടെ equation, delta g delta g കേട്ടോ. കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോ നമ്മൾ എന്തിനെങ്കിലും ഒരുമിച്ച് എഴുതുന്നു? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് തെർമോഡൈനാമിക്സിലാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഏതാണോ മാച്ചിങ് അല്ലെ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത ആൾ പറഞ്ഞേ വീഡിയോ ഓൺ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പറഞ്ഞു. ഡെൽറ്റ യുടെ ഇക്വേഷൻ, ഡെൽറ്റ യു is equal to q plus w അല്ലെ. ഓക്കെ, then next w is equal to then delta g equal to കുഴപ്പമില്ല, കിട്ടുമല്ലോ അല്ലെ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിട്ടാ കേട്ടോ. ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നതല്ലേ. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ, കാരണം ആ ക്വസ്റ്റ്യന്റെ ഒരു ഐഡിയ കിട്ടിയാലാണ് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. If water vapor is assumed to be perfect gas, if water vapor is assumed to be a perfect gas, comma, molar enthalpy change for vaporization, molar enthalpy change for vaporization of 1 mole of water at 1 bar and 100 degrees Celsius is 41 kilojoule per mole. 41 kilojoule per mole. Full stop. Calculate the internal energy change. Calculate the internal energy change, comma, when 1 mole of water is vaporized at 1 bar pressure. Vaporized at 1 bar pressure and 100 degrees Celsius. And 100 degree Celsius. And 1 bar pressure and 100 degree Celsius. എന്റെ ഫസ്റ്റ് ചോദ്യം, ഇത് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യും? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങളിപ്പോ പഠിച്ചു 10 ഇക്വേഷൻ പഠിച്ചു, എക്സാമിന് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും എടുക്കുക? ഞാൻ പറഞ്ഞു, ഏതാണെന്ന് പറഞ്ഞു. പറയും, ഏത് ഇക്വേഷൻ എടുക്കും?
ആ ശരിയാ, പറഞ്ഞോ. ഏതായിരുന്നു ഏതായിരുന്നു ആ ഈക്വൽ ടു ആണോ? ഒന്നുകൂടി പറയാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണോ? വേറെ ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഏത് ഇക്വേഷൻ ഉണ്ട്? സെക്കൻഡ് വൺ. എന്തുകൊണ്ട് സെക്കൻഡ് വൺ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്രഷർ തന്നിട്ടുണ്ടോ? വോളിയം തന്നിട്ടുണ്ടോ? പ്രഷറും വോളിയം തന്നിട്ടുണ്ടോ? പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട് അല്ലെ? വോളിയം ഉണ്ടോ? ഇല്ല. വോളിയം ഇല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇവിടെ നമ്മള് യുവും എച്ചും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ഓൾറെഡി കൺസിഡർ ചെയ്യേണ്ടത് ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം തന്നിട്ടില്ല. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് വായിച്ചേ ഉറക്കനെ വായിച്ചേ. അതാണ് ക്വസ്റ്റ്യൻ എഴുതിപ്പിച്ചത്. ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. ഗ്യാസ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഡെൽറ്റ എച്ച് ഈക്വൽ. അപ്പൊ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യാണ്. അങ്ങനെ അനലൈസ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ഇക്വേഷൻ ആണ്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ട് കിട്ടണം. അതാണ് ആദ്യത്തെ എയിം. സെക്കൻഡ് എയിം ആണ് നമ്മൾ അത് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാന്നുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് ലാസ്റ്റ് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ പഠിച്ചത് മാച്ച് ചെയ്യുന്നു അല്ലെ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, ആ ഇക്വേഷനെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് മാച്ച് ചെയ്യണം. ഇങ്ങനെ ഒരുമിച്ച് കിടന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ 10th-ലും 9th-ലും ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആ ഇക്വേഷൻ ആണ്. ഇവിടെ അതല്ല, ഇക്വേഷൻസ് മിക്സ് ചെയ്യും. ഒരു ഇക്വേഷനും 2 ഇക്വേഷനും 3 ഇക്വേഷനും മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഷാർപ്പായിട്ടിരിക്കണം അല്ലേ? അപ്പൊ ഇക്വേഷൻ എഴുതി. ഇനി അവിടെ തന്നിരിക്കുന്ന വാല്യൂസുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു ഇക്വേഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വാല്യൂസ്? ആ അതെന്തായിരുന്നു? ആക്ച്വലി 41 കിലോ ജൂൾ പെർ മോൾ. എന്തായിരുന്നു? മോളാർ എൻതാൽപി ചേഞ്ച് എന്തായിരിക്കും? മോളാർ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എച്ച്. ഇപ്പൊ ഡെൽറ്റ എച്ച് ഓൾറെഡി തന്നിട്ടുണ്ട്. മോളാർ എൻതാൽപി ചേഞ്ച്. ഇപ്പൊ ഡെൽറ്റ എച്ച് എത്രയായിരുന്നു വാല്യൂ പറഞ്ഞേ? 41 അല്ലെ? 41 എന്ന് പറയുന്ന വാല്യൂ ആണ് മോളാർ എൻതാൽപി ചേഞ്ച് അവർ തന്നിരുന്നത്. 41. ദെൻ ഡെൽറ്റ എൻ എത്രയായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് എത്രയാ പറഞ്ഞേക്കുന്നത്? 1 മോൾ. ദെൻ ടി എത്രയാണ്? നമുക്ക് തന്നേക്കുന്നത് എഴുതാം അല്ലെ? ടി 100 ആണോ എഴുതേണ്ടത്? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പൊ എന്തായിരിക്കണം? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? ഡിഗ്രി സെൽഷ്യസ്. അതിനെങ്ങനെ എഴുതണം അല്ലെ? 100 പ്ലസ് 273. അപ്പൊ എത്രയാ? 373 കെൽവിൻ. ഷാർപ്പ് വാല്യൂ ആണെങ്കിൽ 273.15 കേട്ടോ. 15 273.15 ആയിട്ട് നമുക്ക് ഷാർപ്പ് വാല്യൂല് വേണമെങ്കിൽ എഴുതാം. ഓക്കെ കേട്ടോ. ഓക്കെ, ഇത് എഴുതി. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ട ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത്? ആറ് നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓർത്ത് നോക്കാം. 8.3 ആണ് എടുക്കാൻ കേട്ടോ. കിലോ ജൂൾ എടുത്തേക്കുന്നതുകൊണ്ടാണ് 8.3. ആറിന്റെ വാല്യൂ 8.3. 8.314 ആണ്. 8.3 എടുത്താലും മതി കേട്ടോ. ഓക്കെ, ഷാർപ്പ് വാല്യൂ 8.314. ഫൈൻഡ് ചെയ്യേണ്ടത് ഏതാ? ഡെൽറ്റ യു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. കേട്ടോ, കിട്ടിയ ആൻസർ ആർക്കെങ്കിലും?
ആ കെൽവിൻ ആക്കും. ഓൾവേസ് ഏത് സിസ്റ്റത്തിലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താക്കിയേക്കണം? കെൽവിൻ കേട്ടോ. ഒരു സ്ഥലത്ത് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ആൻസർ 37.904. മൈനസ് വരില്ല, പ്ലസ് ആണല്ലേ. ഇത് മൈനസ് ആണ് അല്ലെ. ഡെൽറ്റ NGR ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞ് എറർ കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NGRT ആണ്. അവിടെ ഒരു പ്ലസ് -1 ആണ് അല്ലെ. ഓർക്കുക, നമ്പർ ഓഫ് മോൾസ് -1 ആണ് കേട്ടോ. Water vapor assumed to a perfect gas, molar enthalpy change of vaporization of 1 mole water at 1 bar pressure. Calculate the internal energy change when 1 mole of water vapor at 1 bar pressure. The change delta H2O is equal to H2O. അവര് പറഞ്ഞേക്കുന്നതിൽ 1 മോൾ എന്നാണ്. അപ്പൊ ആ 1 മോൾ കൊടുക്കണ്ട കേട്ടോ. പ്ലസ് തന്നെ വരും. ടെക്സ്റ്റ് ബുക്കിൽ എറർ ആണ് കേട്ടോ. ശരിക്കും അത് പ്ലസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോ അത് 41 പ്ലസ് തന്നെ വാല്യൂ വരും കേട്ടോ. ഡെൽറ്റ വരാം കേട്ടോ. ഓർത്തോ, ഇന്റേണൽ എനർജി കുറഞ്ഞു പോവാം, കൂടി വരാം, അതൊക്കെ വരാം കേട്ടോ. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വരുള്ളൂ കേട്ടോ. ഇതിൽ ഇപ്പൊ പോസിറ്റീവ് വരുള്ളൂ, കാരണം പുറത്തേക്ക് വരുമ്പോ സബ്ട്രാക്ഷൻ. കറക്റ്റ് ആണല്ലോ. ഇത് ചെയ്തിട്ട് ഇവിടെ നിന്ന് സബ്ട്രാക്ഷൻ വരും. ശരിയാ, അത്രയും വരെ വരും. നെക്സ്റ്റ് മൈനസ് വരും കേട്ടോ. അത്രേ ഉള്ളൂ. -37.90. എത്ര കിട്ടും? ഇവിടെ തന്നേക്കുന്നത് ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. എറർ ഉണ്ട് കേട്ടോ. കാൽക്കുലേഷൻ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന വാല്യൂന്റെ കാൽക്കുലേഷൻ നോക്കിയാൽ മതി. ഇവിടെ എഴുതിയേക്കുന്നതിൽ എറർ ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്നത് നോക്കിയാൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എറർ കൊടുത്തിട്ടുണ്ട്. പുതിയ ബുക്കില് ഭയങ്കരമായിട്ട് എറർ ഉണ്ട് കേട്ടോ. അത് കിലോ ജൂൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു × 10⁻³ വരും. ഈ വാല്യൂ ഇല്ലേ, ഇത് ജൂളിലാണ് ആക്ച്വലി. അത് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് ലാസ്റ്റ് എഴുതിയേക്കുന്നത്. എന്നാലും എറർ ഉണ്ട്. 373. എന്തുകൊണ്ടാണെന്ന് കൂടി പറയാം. ഇത് ΔU അവര് തന്നേക്കുന്നത് കിലോ ജൂൾ ആണ് അല്ലെ. യൂണിറ്റ് കിലോ ജൂളിലല്ലേ.
kg ആണ് കേട്ടോ, കിലോ ജൂൾ. കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പേജ് നമ്പർ 168 കേട്ടോ, 168. ഉണ്ട്, ഇവര് പ്ലസ് ഇട്ടിട്ട് ആൻസർ വരുന്ന സമയത്ത് എത്ര വരും ഈ ഇത് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക കേട്ടോ, കിട്ടിക്കോളും. അതിൽ എറർ ഉണ്ടാവാം, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. കേട്ടോ, ഇത് വേറെ ഒന്നുമില്ല. ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇതെന്തോരം, എവിടെ നോക്കിയേ, ഇതൊരു 0.373 ആവില്ലേ, 0.373. 0.373 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താ, 8 ഇൻറ്റു 0.5 എത്രയാ, ഡിവൈഡ് ബൈ 4 അല്ലേ. അപ്പൊ എത്ര വരും, 3 വരും, 3 പോയിന്റ് സംതിങ്, അതാണ് അവിടെ വരിക. അപ്പൊ മൈനസ് വരും, -37.9 വരും ആൻസർ കേട്ടോ. ഓക്കെ, എത്ര കിട്ടി, സബ്ട്രാക്ഷൻ ചെയ്യും. ഡെൽറ്റ യു ഇവിടെ നിർത്താൻ, എന്നിട്ട് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ കേട്ടോ. എത്ര കിട്ടി, അല്ല ഇത് ചെയ്ത എത്ര കിട്ടി, എന്താ കാൽക്കുലേഷൻ പ്രശ്നം ഇല്ല. 8.314 ഇൻറ്റു 373 ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. 8.314 ചെയ്തപ്പോ എത്ര കിട്ടി, ഇത് കിട്ടുന്നത് അതാ പറഞ്ഞ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 3.09 സംതിങ് അല്ലേ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 41 മൈനസ് 3.09, സോ 37 പോയിന്റ്, ടെക്സ്റ്റ് ആൻസർ മൈനസ് വരുന്നു, അതേ ഉള്ളൂ, 904, 37.9. മൈനസ് കേട്ടോ. കറക്റ്റാ, മൈനസ് വരില്ല, കറക്റ്റാ. അത് 41 അല്ലേ, പുറത്തേക്കല്ലേ കൊണ്ടുപോയത്. നിങ്ങക്ക് എങ്ങനെ മൈനസ് വന്നപ്പോ, അപ്പൊ മറ്റേ ഇത് ഇപ്പുറത്തേക്ക് വന്നു അല്ലേ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് ഇവിടെ ഇൻറ്റു 10⁻³ എന്നുള്ളത് കാണിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യാം, ഫൈനൽ ആൻസർ ടെക്സ്റ്റ് ബുക്കിലെ കറക്റ്റ് ആണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ 10⁻³ കാണിച്ചിട്ടില്ല കേട്ടോ. അതും കൂടി ഒന്ന് എഴുതി വെക്കുക. 10⁻³ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഓർത്ത് നോക്കുക. ആറിന്റെ വാല്യൂ 8.314 ആണ്, അത് ജൂളിലാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് കിലോ ജൂളാണ് ബാക്കിയല്ല. അപ്പോ ഇവിടെയൊക്കെ കിലോ ജൂളാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ 10⁻³ കൊടുത്തേക്കുന്നത് കേട്ടോ. വേറെ മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് 10⁻³ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? അവിടെ കൊടുത്തിട്ടുണ്ടോ 10⁻³ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആ എറർ വരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുഞ്ഞ് എറേഴ്സുകൾ ഉണ്ട്. ഇത് പുതിയ എഡിഷൻ വന്നപ്പോ ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫൈനൽ ആൻസർ ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ എടുത്ത് എഴുതാതെ അതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സിക്സ് 6.7 ആണ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. ഇൻ എ പ്രോസസ് 701 joule of heat, in a process 701 joule of heat is absorbed by a system. Exercise 6.7 ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 6.7. In a process 701 joule of heat is
absorbed by a system and 394 joule of work is done by the system. 394 joule of work is done by the system. 394 joule of work is done by the system. Full stop. What is the change in internal energy for the process? What is the change in internal energy for the process? ശ്രദ്ധിക്കുക, എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വരുന്നു എന്നുള്ളത് കിട്ടില്ല കേട്ടോ. ഓക്കെ, അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാൾ പറഞ്ഞു, ആരെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ ആ ഇക്വേഷനിൽ കിട്ടും. ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, ബ്രെയിൻ വർക്ക് ചെയ്യും. പക്ഷെ എക്സാമിന്റെ സമയത്ത് അവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കും. അവിടെയാണ് പ്രശ്നം വരിക. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം ഒബ്സർവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴും അതെങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നത്, ആ പ്രോസസ് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ഏത് ഇക്വേഷൻ ആയിരുന്നു നോക്കണം, അറിയില്ല. അപ്പൊ എന്തായിരിക്കും ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷൻ അല്ലേ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കുന്ന ഇക്വേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യൂ എത്രയാണ്? ക്യൂ എന്തായിരുന്നു? 701. മൈനസ് ആണോ പ്ലസ് ആണോ? ഇത് പ്ലസ് ആണ്. അബ്സോർബ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക്. എൻഡോതെർമിക് എന്തായിരിക്കും? പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് ഡബ്ല്യു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം വന്നാൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. -394. അപ്പോ 394 ആണ് തന്നേക്കുന്നത്. Then delta U is equal to എന്ത് കിട്ടും? 701 minus 394. എത്ര കിട്ടി? 307. ഉണ്ടോ? എഴുതി വെക്കുക. 307. ഇന്റേണൽ എനർജി ആണ്, ജൂളിലാണ് തന്നേക്കുന്നത്. അപ്പൊ ജൂൾ തന്നെ കൊടുക്കുക കേട്ടോ. ജൂൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ ആണ്. സിക്സ് 6.9. അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. എത്ര പേര് ചെയ്യുന്നു നോക്കട്ടെ കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കിലോ ജൂൾ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കിലോ ജൂൾ ഓഫ് ഹീറ്റ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കിലോ ജൂൾ ഓഫ് ഹീറ്റ് necessary to rise. Calculate the number of kilojoule of heat necessary to rise the temperature of 60 gram of aluminium. 60 gram of aluminium from 35 degrees Celsius to 55 degrees Celsius. Full stop. Question number 6.9 ആണ് കേട്ടോ. എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. 6.9 ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിന്റെ ടൈമിൽ കേട്ടോ. ഓക്കെ, ഓർമ്മയുണ്ടോ? അമൻ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം. മോളാർ heat capacity of aluminium is 24 joule per mole Kelvin. എന്ന് പറഞ്ഞാൽ mole raised to -1, Kelvin raised to -1. Aluminium is 24 joule
മോൾ റേസ് ടു -1, കെൽവിൻ റേസ് ടു -1 ആണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇൻഡിവിജ്വലി ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ആൻസർ പറഞ്ഞു പോകും, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും മിക്സ് ചെയ്യും അല്ലെ. ഇക്വേഷൻ എന്തായിരിക്കും? Q = C ഡെൽറ്റ T ആണ്. പക്ഷെ അവിടെ ഒരു ചേഞ്ച് ഉണ്ട്, അതെന്താന്ന് കണ്ടെത്തിയിട്ട് ആൻസർ കണ്ടെത്താൻ നോക്കും കേട്ടോ. ഇക്വേഷൻ അത് തന്നെയാണ്, പക്ഷെ ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യണം. Q = C ഡെൽറ്റ T തന്നെയാണ്, പക്ഷെ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞ് ഒന്ന് ചെയ്യാൻ നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് വേഗം എററൊക്കെ വന്നോട്ടെ, ട്രൈ ചെയ്യും കേട്ടോ. തെറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക, ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. ചെയ്തോ? നോക്കട്ടെ, കിട്ടിയോ? അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതപ്പോ 1 ഗ്രാമിനാണ് കണ്ടെത്തിയിരുന്നത്, അല്ല, അതാണ് പ്രശ്നം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാ പറഞ്ഞത്, 1 മോളിനാണ്. യെസ്, 1 മോളിന് 24 ആണ്. 1 മോള് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാലോചിച്ചാൽ എഴുതിയാ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ല, അതിനുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. നോക്കട്ടെ, എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? അതാണ് 24 തന്നേക്കുന്നത്. സി ആണത്. അതിന്റെ മീനിങ് നോക്കാം. യൂണിറ്റ് എഴുതണ, യൂണിറ്റ് വെച്ച് നോക്കി നിങ്ങൾ എന്താ എഴുതിയേക്കണ അവിടെ? അത് തന്നിട്ടുണ്ട്, 24 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞ പോലെ Q = C ഡെൽറ്റ T.
നിങ്ങൾ 11th ആണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലായാലും അങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് എപ്പോഴും അതിൽ പല ചാപ്റ്ററായിട്ട് മിക്സ് ആയിരിക്കും. ഇവിടെ സി എന്ന് പറയുമ്പോ എന്തായിരുന്നു ആക്ച്വലി അവിടെ വാല്യൂ എത്രയാ ചെയ്യാൻ നിൽക്കുന്നത്? 24. അതിന്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ച ജൂൾ പെർ മോൾ കെൽവിൻ. ഇതിന് മീനിങ് എന്താ? ഒരു മോൾ അല്ലെ എന്തായിരുന്നു ആക്ച്വലി അലൂമിനിയം. അലൂമിനിയം ആണ് ഇവിടെ വന്നേക്കുന്നത്. മോളാർ കപ്പാസിറ്റി ഓഫ് അലൂമിനിയം ആണ്. അപ്പൊ അലൂമിനിയത്തിന് ഒരു മോളിന് എത്ര യൂണിറ്റ് ആണ്? 24 ജൂൾ. ഒരു മോളിനാണ് 24 ജൂൾ. അപ്പൊ 60 ഗ്രാമിന് എത്രയായിരിക്കും? 60 ഗ്രാമിന് എത്രയായിരിക്കും? അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോ സി ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ സി അവിടെ തന്നിരിക്കുന്നത് 24 ആണ്. 24 എന്തിനാണ്? 1 മോൾ അലൂമിനിയം ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 1 മോൾ അലൂമിനിയം, 1 മോൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1 മോൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം പറയേ? 1 മോൾ അലൂമിനിയം എത്രയാ? 1 മോൾ ഓക്സിജൻ എത്രയാ? GMM. അതിന് മോളിക്കുലർ മാസിന് ഗ്രാമിൽ പറയണം. അതെവിടെ തൊട്ട് തുടങ്ങുന്ന അല്ലെ? 9th മുതലല്ലേ? അപ്പോ 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം. 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ഗ്രാം. 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം. കേട്ടോ? അപ്പോ ഈ ചാപ്റ്ററിൽ എവിടെയൊക്കെ വരുന്നു അവിടെ എല്ലാം വരും. എത്രയാ? ആണോ? ചെറിയൊരു വ്യത്യാസം. 27 കേട്ടോ. അപ്പൊ 1 മോൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ മോളിക്കുലർ മാസ് എത്രയാ? 27 ആണ് കേട്ടോ. അതാണ് നമ്മൾ ഗ്രാമിൽ പറയുന്നത് കേട്ടോ. GMM, ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോ 1 മോൾ അലൂമിനിയം മീൻസ് 27 ഗ്രാം. ആറ്റമിക് നമ്പർ എത്രയാ അലൂമിനിയം? 13 അല്ലെ? 13ന്റെ ഡബിൾ ആണ് ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ മിക്കതിനൊക്കെ ഡബിൾ ആണ് അല്ലെ? അങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. കാർബൺ നമ്മൾ 12 6ന്റെ ഡബിൾ അല്ലെ? അങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. എക്സെപ്ഷൻ ആണ് സോഡിയം. സോഡിയം 11 ആണ് ആറ്റമിക് നമ്പർ. ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ 22 ആണ് വരേണ്ടത്. പക്ഷെ അതുപോലെ 23. ക്ലോറിൻ എക്സെപ്ഷൻ ആണ്. എന്തായിരുന്നു? ക്ലോറിൻ 17 ആണ്. 35.5 ഉണ്ടോ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 20 വരെയുള്ള എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. കാൽസ്യം എത്രയാ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആവശ്യമായിരുന്നു. കാൽസ്യം എത്രയാ? 40 കാൽസ്യം ഉണ്ടോ? അങ്ങനെ കിട്ടിയിരിക്കണം 20 വരെ കേട്ടോ. ഓക്കെ. അപ്പോ 27 ഗ്രാമിനാണ് C24 വരേണ്ടത് ഉണ്ടോ? ഓക്കെ. 1 മോൾ ആണ് ആക്ച്വലി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മോൾ അലൂമിനിയം 27 ഗ്രാം. അപ്പൊ 27 ഗ്രാം ഓഫ് അലൂമിനിയം ആണ് ഉണ്ടോ? 27 ഗ്രാം ഓഫ് അലൂമിനിയം ആണ് 1 മോൾ ആയിട്ട് അവരെടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ഗ്രാം ആണെങ്കിൽ എത്രയായിരിക്കും അല്ലെ? ഇതിന് 1 മോൾ അലൂമിനിയം 27 ആണ്. 27 ഗ്രാം അലൂമിനിയം അല്ലെ? നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയാ? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ n കണ്ടെത്താൻ നോക്കുക. n കണ്ടെത്തി കഴിഞ്ഞത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 മോൾ അലൂമിനിയം 27 ഗ്രാം ആണ്. therefore n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് അല്ലെ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഫുൾ ആയിട്ട് എഴുതണോട്ടോ നിങ്ങൾ. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 27 ഓർത്ത് വെക്കാം. 60 ഡിവൈഡ് ബൈ 27. 1 മോളിന് 24 ആണ്. അപ്പൊ 2 മോളിന് എത്രയായിരിക്കും? 2 മോളിന് എത്രയായിരിക്കും? ഇൻറ്റു 2 അല്ലെ? 3 മോളിന് അതുപോലെ എത്ര കിട്ടി? 60 ബൈ 27 ഇതില്ലേ? 30 2 അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 2 പോയിന്റ് ചെയ്താലും മതി.
54 അല്ലേ വരും. അപ്പൊ 60 വീണ്ടും വരില്ലേ അല്ലെ? 2 പോയിന്റ് ദൂരം വീണ്ടും 2 വരും അല്ലെ? 2.2 2.222 എന്ന് പറയും. 2.2 എടുക്കാം. 2.2 മോൾ 2.2 മോൾ കിട്ടി. ദെൻ Q ഈക്വൽ ടു എന്താണ്? 2.2 ഇൻറ്റു സി എത്രയായിരുന്നു? 24 ഇൻറ്റു ഡെൽറ്റ ടി എത്ര കിട്ടിയ നമുക്ക്? ഡിഫറൻസ് 20 അല്ലേ? 20 അത് കിട്ടി. ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോ എത്ര കിട്ടി? 20 ഡെൽറ്റ ടി ക്യൂ അല്ലേ? എത്ര കിട്ടി? 10 അല്ല, വലിയ വാല്യൂ കിട്ടും. 24 ഇൻറ്റു 20 അല്ലേ? 480. ടോട്ടൽ എത്ര കിട്ടിയെന്ന് ചോദിച്ചു? 1056. ഇതുപോലെ ചെയ്യാൻ നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നത് തെറ്റിക്കാത്തത് ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ആ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മോളാർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മോൾ എന്ന് എഴുതി കഴിഞ്ഞു. അവർ തരുമ്പോൾ നമ്മൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ കൊണ്ടുവന്നോളാം. വേണ്ട വേണ്ട, വെക്കണ്ട. ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. Calculate the standard enthalpy of formation of CH3OH. Calculate the standard enthalpy of formation of CH3OH. ടെക്സ്റ്റ് ബുക്കിലെ 6.14 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ 6.14 കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം എന്തായിരുന്നു? ഒരു ഇക്വേഷൻ കാണും, ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അതല്ലാത്ത ഒരു ടൈപ്പ് ഉണ്ട്, അതാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് ടൈപ്പ് ഓർത്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ എല്ലാ ഇക്വേഷനും പഠിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഇക്വേഷനെ മാച്ച് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സ്യൂട്ട് ആവും, നേരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഡെൽറ്റ ജിയുടെ ക്വസ്റ്റൻ ഒക്കെ അതുപോലെ തന്നെയാണ് വരുന്നത്, നേരെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞാലേ പോകും, അതുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ ചെയ്തിപ്പോ ഇതിന് തൊട്ടുമ്പത്തെ ചെയ്തെന്താ? അതും ഏത് ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തു? ഏത് ചാപ്റ്ററായിട്ടാ? ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ? മോളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എവിടെ മോള് വരുന്നോ അവിടെ എല്ലാം മോള് കണ്ടെത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ നമ്മൾ ടൈപ്പ് ആക്കണ്ടേ. ഇനി അടുത്തത് ഈ ഇക്വേഷൻ ഒന്നുമില്ല, അതിലെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് എഴുതുന്നത്. 6.14. Calculate the standard enthalpy of formation of CH3OH from the following data.
ഫോളോയിങ് ഡാറ്റ. എന്നിട്ട് ആ ഡാറ്റ വന്നേക്കുന്ന ഇക്വേഷൻസുകൾ നമുക്കൊന്ന് എഴുതാം. CH3OH എന്നിട്ട് ഒരു ക്വസ്റ്റനിൽ തന്നേക്കുന്നതാണ് കേട്ടോ. പ്ലസ് 3/2O2 gives CO2 plus 2H2O. Delta RH. സെക്കൻഡ് തന്നേക്കുന്നത് C+O2 gives CO2. Delta CH equal to minus 393 kilojoule per mole. Next, H2 plus half O2 gives H2O. Minus 286 kilojoule per mole. ഇത്രയാണ് തന്നേക്കുന്നത്. ഓർമ്മയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അറിയുമില്ലേ? ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ഗൈഡുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിന് നമ്മൾ ആ മെത്തേഡ് പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ്. ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടഫ് ആയിട്ട് വരുന്നത്. അതിന്റെ ഐഡിയ ഒക്കെ പറഞ്ഞു. നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ എഴുതിയിട്ട് ചെയ്തതാണ്. കാരണം ഈ ചാപ്റ്റർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്താ തനിയെ ചെയ്യാൻ നോക്കും. എന്നിട്ട് ട്രൈ ചെയ്യും കേട്ടോ. ചെയ്യുന്ന കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. പക്ഷെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മെയിൻ പ്രശ്നം അതാ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പറഞ്ഞു ചെയ്തു കേട്ടോ. ഓർമ്മ സ്കൂളെടുത്തത് ട്രൈ ചെയ്തു കേട്ടോ. പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഇവിടെ ചെയ്ത ക്വസ്റ്റ്യനാ. എന്നിട്ട് ആണ് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതിന്റെ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ ആകെ ടെക്സ്റ്റ് ബുക്കിൽ. ആ 3 ക്വസ്റ്റ്യന്റെ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കുകയാണെങ്കിൽ ചാപ്റ്ററിൽ അങ്ങനെ തന്നെ ചോദിക്കും. ഇതൊരെണ്ണം നമ്മള് ഈ കണ്ടന്റ് എടുത്തപ്പോ ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്തേ. അകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഉണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ്. 2 പ്രാവശ്യം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയോ? ട്രൈ ചെയ്തോ?
റൈറ്റ് ആണ് കേട്ടോ. ആ വെരി ഗുഡ് കേട്ടോ. ഒരാളെ റൈറ്റ് ആയിട്ട് ചെയ്തു മതി കേട്ടോ. കിട്ടിയാ കേട്ടോ, ഓർമ്മയുണ്ട്. വെരി ഗുഡ് കേട്ടോ. എന്താണ് നിങ്ങൾ അത് ഇങ്ങനെ ഇരിക്കണേ? അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ചെയ്തത്, അതുകൊണ്ടാ ചോദിച്ചത്. ചെയ്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അന്നേരം എക്സാമിന് എഴുതുമ്പോൾ ഒന്നുകൂടി അത് ക്യാൻസൽ ചെയ്യുന്ന പോലെയും കൂടി കാണിക്കണം കേട്ടോ. ഓക്കെ, ഗൈഡുകളിൽ അത് ഉണ്ടാവുള്ളൂ ആദ്യമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആകെ ഒരു 3 ഉള്ളൂ. പക്ഷെ അതിന്റെ വെറൈറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതെ വരും. ആ മോന് പിന്നെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആ പറഞ്ഞുതരാം. ഇതിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഒരാൾ എന്തായാലും ഫുൾ ആയിട്ട് റൈറ്റ് ആയിട്ട് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് വായിച്ചോ. ആ ക്വസ്റ്റ്യൻ വായിക്കേ. അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഫോർമേഷൻ ഓഫ് CH3OH. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കണം, ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അല്ലെ. ഫോർമേഷൻ ഓഫ് CH3OH കേട്ടോ. ഓക്കെ, ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാന്നല്ലേ. പുറത്തു നോക്കാം. എനിക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ താൻ കൊണ്ടുവരും? ലെമൺ ഉണ്ടാവും അല്ലെ, പിന്നെന്താ, വെള്ളം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും അല്ലെ, മിനിമം അത്രയെങ്കിലും തരുമല്ലോ. പിന്നെ വേണമെങ്കിൽ ഐസൊക്കെ ഉണ്ടാക്കി, ഇതല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുന്നേ. അപ്പൊ ഓർത്ത് നോക്കാം, ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ താൻ ഓൾറെഡി മാംഗോ ആണോ കൊണ്ടുവരിക? എന്തുകൊണ്ടാ? ലെമനിലുള്ളതല്ലേ കൊണ്ടുവരുള്ളൂ. അതേ ഐഡിയ തന്നെയാണ്. എന്താ ഉണ്ടാക്കണ്ടേ? ആ അല്ലെ. അതുപോലെ ഇവിടെ എന്താ സ്റ്റാൻഡേർഡ് താല്പര്യം? ഫോർമേഷൻ ഓഫ് CH2OH ഇവിടെ എഴുതാം ഉണ്ടോ. ഓക്കെ, അപ്പൊ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ഇവിടെ എഴുതാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? അതിലാണ് ഇതാണ് വേണ്ടത്. ഓക്കെ, എവിടെ നിന്നായിരിക്കും, ഇതിൽ ആരൊക്കെയുണ്ടോ അതാണ് ഇവിടെ എഴുതാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇതില് സി ഉണ്ട്. അപ്പൊ സി C+ ഉണ്ടോ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3+1. അപ്പൊ എത്രയായിരിക്കും? 4. 4 എന്ന് പറയുമ്പോൾ 4H എന്ന് എഴുതാൻ പാടില്ല. ഹൈഡ്രജൻ ഡയാറ്റമിക്ക. അതുകൊണ്ട് നമ്മൾ എന്തെഴുതും? 2H2 പ്ലസ് ഓക്സിജൻ എത്രയാ? ഒരെണ്ണം. അപ്പൊ O എന്ന് എഴുതാം. പക്ഷെ ഓക്സിജൻ ഒരിക്കലും O ആയിട്ട് നിൽക്കത്തില്ല. അതെന്തായിരിക്കും? ഡയാറ്റമിക്, O2. പക്ഷെ അത് 1 എഴുതാൻ പാടുള്ളൂ. ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഹാഫ്. ഇതാണ് നിങ്ങൾക്ക് കണ്ടെത്തുന്നത്. ഇത് ബോക്സിലാക്കി വെക്കണം. ഇത് കണ്ടോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിന്റെ ΔH കണ്ടെത്തണം കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ട് ബോക്സ് ഇട്ട് വെക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം ഉള്ളത്. ഇനി നിങ്ങൾ എക്സാമിന് ഇരിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും റീറൈറ്റ് ചെയ്യും. ഈക്വേഷൻസ് വീണ്ടും റീറൈറ്റ് ചെയ്യും. ഇത് ക്വസ്റ്റ്യനിൽ തന്നതാ. ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ അപ്പൊ ഏറ്റെടുക്കണം 2. ഇത് ഇക്വേഷൻ 3. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കാർബൺ ഈ ഇക്വേഷനിൽ എവിടെയാണ് നോക്കിയിട്ട് പറഞ്ഞു. ഈ കാർബൺ ഈ ഇക്വേഷനിൽ എവിടെയുണ്ട്? സി മാത്രമായിട്ട്. ഈ ഇക്വേഷനിൽ 3 ഇക്വേഷൻ നോക്കിയോ. കാർബൺ ഈ സൈഡിൽ എവിടെയാണ്? എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇക്വേഷൻ 2 ഉണ്ടോ. ഇതല്ലേ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഈ ബോക്സിലുള്ളത് അല്ലേ. നമ്മളൊക്കെ ഇപ്പൊ ലെമൺ ജ്യൂസ് ചോദിച്ചാൽ ഞാൻ മാർക്കറ്റിൽ ചെന്നിട്ട് എന്ത് ചോദിക്കും? അവിടെ കുറെ സാധനം ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് മാത്രം കൊടുക്കും? ലെമൺ. അതേപോലെ ഈ ഇക്വേഷൻ ഇന്ന് നമ്മൾ പിക്ക് ചെയ്യണം. ഇവിടെ തന്നിട്ടുണ്ട് കുറെ ഇക്വേഷൻ ഉണ്ടാവും ഇതുപോലെ ചിലപ്പോ. അപ്പൊ അതിന് പിക്ക് ചെയ്യലാണ്. ഇനി ഹൈഡ്രജൻ ഉള്ള ഇക്വേഷൻ ഏതായിരിക്കും? ഇക്വേഷൻ 3. ഇക്വേഷൻ 3 ആഡ് ചെയ്യണം. ഉണ്ടോ, ഓർത്ത് നോക്കുക. ഹൈഡ്രജൻ ഉള്ള ഇക്വേഷൻ 3. ഇക്വേഷൻ 3 2 ഹൈഡ്രജൻ ഉള്ളൂ. ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? ഇവിടെ ആകെ 2 ആണ്. ഇവിടെ എത്ര ആണ്? 2 × 2 ശരിയല്ലേ. ഇവിടെ ആകെ ഹൈഡ്രജൻ അല്ലെ ഒരെണ്ണോട്. അപ്പൊ എന്ത് ചെയ്യണം? ഇക്വേഷൻ 3 × 2 ഓക്കെ ആണോ? ഇനി ഓക്സിജൻ ഇവിടെ എല്ലാം എടുത്തുകൊണ്ട്, അതുകൊണ്ട് ഓക്സിജൻ നോക്കണ്ട. തനിയെ കറക്റ്റ് ആയി വന്നു. തനിയെ കറക്റ്റ് ആയിട്ട് വന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ CH3OH ഉണ്ട്. അത് ഈ സൈഡിൽ ഉണ്ടോ നോക്കാം. ഈ സൈഡിൽ തന്നെയാണ്. ഉണ്ടോ? ഇല്ല. പിന്നെ ഈ സൈഡിൽ CH3OH ഉണ്ട്. അത് ഏത് ഇക്വേഷനാ? അതിനപ്പുറത്തേക്ക് ആക്കണം. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇക്വേഷൻ അപ്പുറത്തേക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മൈനസ്. അപ്പൊ എന്ത് കൊടുക്കണം? മൈനസ് ഇക്വേഷൻ
1 കേട്ടോ. ഞാൻ പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പമായി പെട്ടെന്ന് ആൻസർ ഒക്കെ കൊണ്ടു നമുക്ക് സമാധാനമായി. പിന്നെ ഒരു ചോദിച്ചാൽ ഒന്നും കിട്ടില്ല, അതാണ് പ്രശ്നം. മനസ്സിലായി? ആൻസർ കിട്ടില്ല, എല്ലാ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാ, ഇത് എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിട്ട് കണ്ടെത്തി ചെയ്തു. ഇക്വേഷൻ 2 ന്റെ വാല്യൂ എത്രയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, എഴുതിക്കോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതുപോലെ എഴുതട്ടോ, ബോക്സ് ഒക്കെ വരക്കണം കേട്ടോ, വരച്ചോ കേട്ടോ. അല്ല, ആ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. എഴുതി എന്നിട്ട് കണ്ടെത്തുക കേട്ടോ. അവിടെ കിട്ടിയില്ലേ എന്റെ ആൻസർ? -139. എഴുതി വെക്കാം. ഇവിടെ മൈനസും പ്ലസ് ഒക്കെ ആക്കേണ്ടതൊക്കെ ആക്കിയില്ലേ? -393 287 into 2 ചെയ്തു അല്ലേ? മൈനസും പ്ലസ് ആയി. ഇവിടെ ഇത് മൈനസ് അല്ലേ? കേട്ടോ, ഇതിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. -219 അവിടെ ചെയ്യണം. -945 -219 അല്ലേ? കിട്ടിയൊന്നോ? എത്ര കിട്ടി? ആൻസർ മിക്കവാറും കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ 2 വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ഇക്വേഷൻ 3 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 2 വാല്യൂ -286 into 2 ഒരുമിച്ച് ചെയ്യാം. ദെൻ മൈനസും പ്ലസ് ആകും ഇവിടെ. 726 എത്ര കിട്ടി? -219 -219 -219 കിട്ടിയോ? ശരിക്കും ആൻസർ ഇവിടെ തീരും. പക്ഷെ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും എഴുതിയാൽ മാത്രം പോരാ. ഇത് ക്യാൻസൽ ചെയ്ത് ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സേഫ് ആണ്. അപ്പൊ 3 മാർക്കില് ഇത്രയും വരെ എഴുതി നിങ്ങളെല്ലാം നല്ല കറക്റ്റ് ആണ്, ആൻസറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് 2.5 ഉറപ്പിച്ചു. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഇക്വേഷൻ ഇവിടെ വെച്ച് നമ്മൾ കണ്ടെത്തണം കേട്ടോ. ഓക്കെ, അത് ആ ഒരു പ്രോസസ്സും കൂടി ചെയ്യണം. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് അപ്പൊ നിങ്ങൾ ഇത് ആദ്യം ഇങ്ങനെ എഴുതാൻ കാരണം ഗൈഡുകളിൽ ഇത് ഉണ്ടാവില്ല. ഗൈഡുകൾ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതുന്നതിന് പകരം ഇതൊന്നും എഴുതി തരില്ല ഇങ്ങനെ. അതിന് പകരം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെട്ടിക്കളയും. മനസ്സിലായി? അതെങ്ങനെ കിട്ടുന്നു എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു വിത്ത് റെഫറൻസ് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോവാ. അതാണ് ബെറ്റർ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആദ്യം എഴുതുന്നു, ഇത് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു, ഇങ്ങനെ കണ്ടെത്തി ആൻസർ എത്തി. ഓക്കെ, ഇനി ഇതൊന്ന് പ്രൂവൺ ചെയ്യണം ലാസ്റ്റ്. എന്നാൽ മാത്രമല്ലേ അത് കണക്ഷനിൽ വരുള്ളൂ. ആ പ്രൂവൺ ചെയ്യുന്നതിലേക്കാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആൻസർ കിട്ടിയതിന്റെ എങ്കിൽ പോലും അത് പ്രൂവൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും വരെ 3 ഇക്വേഷൻസ് വീണ്ടും എടുത്തെഴുതാം കറക്റ്റ് ആയിട്ട്. അതില് നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ ഉണ്ടോ?
2 ഓക്കെ ആണ്. ഇവിടെ ഇക്വേഷന് എന്താണ് 3നെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 2H2. ഇവിടെ എന്ത് വരും? 2ഉം 2ഉം കൂടി കട്ട് ചെയ്തിട്ട് എന്താവും? 1O2. ഇവിടെ എന്തായി മാറും? 2H2. ഇനി ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ആക്കി എഴുതണം. അപ്പൊ എന്തായിരിക്കും? സബ്സ്ട്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ ഇതിന്റെ വാല്യൂവിന്റെ ആവശ്യമില്ല ഇനി. അതുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് തിരിച്ചെഴുതും. അപ്പൊ എങ്ങനെ വരും അത്? CO2 പ്ലസ് 2H2O gives എന്ത് വന്നു? CH3OH plus 3/2 O2. ഇനി ശ്രദ്ധിക്കുക, ഇത് റിയാക്ടൻസ് സൈഡ്, അത് പ്രൊഡക്റ്റ് സൈഡ് അല്ലെ. സബ്സ്ട്രാക്ട് ചെയ്തപ്പോഴാണ് സബ്സ്ട്രാക്ട് ചെയ്തു, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്. ദെൻ കോമൺ ആയിട്ട് വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. CO2 കട്ട് ചെയ്തു, CO2 പോയി. 2H2 ക്യാൻസൽ ആയി പോയി കേട്ടോ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ സൈഡില് നോക്കിയാൽ അറിയാം 2H2 ഉണ്ട്, C ഉണ്ട്, ഹാഫ് O2 അല്ലെ. 2H2 കിട്ടി, C കിട്ടി. O2നെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരികയാണ്. ഇവിടെ ടോട്ടൽ എത്ര O2 ഉണ്ട്? O2 പ്ലസ് O2 എത്രയാ? 2O2. 2O2ൽ നിന്ന് ഉണ്ടോ ഇവിടെ ഈ സൈഡില് 2O2 ഉണ്ട്. അതിൽ നിന്ന് 3/2 O2 ചെയ്താൽ എത്ര കിട്ടും? 1/2 O2 ഉണ്ടോ? ഓർത്ത് നോക്കാം. 1/2 O2. അങ്ങനെയാണ് ഇവിടെ 1/2 O2 വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എഴുതാം 1/2 O2 ഉണ്ടോ. ഇങ്ങനെ ഒരു സംഭവം കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സൈഡിലുള്ളത് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഓർഡറിലാക്കി എഴുതാം. റിയാക്ടർ സൈഡിൽ എന്തൊക്കെയുണ്ട്? C പ്ലസ് ഹാഫ് O2 പ്ലസ് 2H2O ഗീവ്സ്. ഈ സൈഡിലുള്ള എല്ലാം ക്യാൻസൽ ആയി പോയി CH3OH. അങ്ങനെയാണ് നമ്മൾ പ്രൂവൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ വന്നാൽ ഇതുപോലെ എഴുതിയിരിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നാണ് വലിയ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻസും കൂടി നമുക്കൊന്ന് എഴുതിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇക്വിലിബ്രിയത്തിന് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററും ഇക്വിലിബ്രിയവും കൂടി മെർജ് ചെയ്തെടുക്കാം. കാരണം ന്യൂമറിക്കലേ ഇതിന്റെ തന്നെ വീണ്ടും ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. കുറച്ച് ഹോംവർക്ക് ഞാൻ അയച്ചതാ കേട്ടോ. ഒന്ന് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, സെയിം ക്വസ്റ്റൻസ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറ്റുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കംഫർട്ട് ആവും. വീട്ടിൽ പോയി ഇതുപോലെ സാർ അത് എനിക്ക് മനസ്സിലായി, എനിക്ക് ചെയ്യൂല, അങ്ങനെ ആവരുത് കേട്ടോ. ഒന്ന് നോക്കണം സെയിം ക്വസ്റ്റൻസ്, എങ്കിലേ നമുക്ക് മാർക്ക് ആവുള്ളൂ. റിപ്പീറ്റേഷൻ കേട്ടോ. ഓക്കെ, ഇക്വിലിബ്രിയത്തിന് ആദ്യത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞു? ഇക്വിലിബ്രിയം KC ഉണ്ടോ? അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇക്വിലിബ്രിയം ഇതൊക്കെ നമ്മൾ ഇതുപോലെ കുറെ പ്രാവശ്യം ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളും വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഞാനിപ്പോ പറയാണ് അന്ന് പഠിപ്പിച്ചതാണ്, ഇനി പഠിപ്പിക്കൂല, അങ്ങനെയല്ല. ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നു, നിങ്ങളും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് വരും അല്ലെ. നോക്കാം, എന്നാലേ നമുക്ക് സക്സസ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലാതെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്, ഇതിനു മുമ്പ് വായിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഇക്വിലിബ്രിയത്തിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ KC ഈക്വൽ ടു, വേഗം എഴുതാം കേട്ടോ. ഇക്വിലിബ്രിയം ഹെഡിങ് കൊടുത്തിട്ട് എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. KC ഈക്വൽ ടു KP equal to EA raised to A. Third, KP equal to KC into delta n. KP equal to KC into RT raised to delta n. അല്ലെ, homogeneous equilibrium, heterogeneous equilibrium അല്ലെ. Okay, then next pH equal to minus log of
H plus ion in the basis of പറയേ ബേസ് ഓഫ് 10 ബേസ് ഓഫ് 10 കേട്ടോ. ഓക്കെ, H plus ion വരുന്നതാണ്. K equal to C alpha square by 1 minus alpha. KB equal to സെയിം തന്നെയാണ് അല്ലെ, കെയും കെ ബിയും സെയിം ആണ് കേട്ടോ. അപ്പൊ മിനിമം ഈ ഇക്വേഷൻ കൂടി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വേണം ഇതിന്റെ അതിന്റെയും വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തു പോവുക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ആൻസർ കീയിലേക്ക് പോവാതെ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആദ്യം വായിക്കുന്ന ഇമ്പാക്റ്റിൽ തന്നെ ആൻസർ കീയിലേക്ക് അല്ലെങ്കിൽ ആൻസറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കാണണം ഫസ്റ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ ന്യൂമറിക്കലി ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ലാസ്റ്റ് കേട്ടോ. ഓക്കെ, ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകാം കേട്ടോ. രണ്ട് രീതിയിൽ കൊണ്ടുപോകുന്നേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബൺ എടുത്തേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇത് എടുത്തിട്ട് വീണ്ടും ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് തന്നെ വരാം കേട്ടോ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മിക്സ് ചെയ്ത് പോകണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും. ശരിയാണ്. നിങ്ങൾക്ക് അയ്യോ കട്ടാക്കി